ഇവിടെ താങ്കൾ ആദ്യം മുതൽ തന്നെ പെൺകുട്ടിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടി അറസ്റ്റിലായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനി അതിന്റെ ശരി തെറ്റ് എന്ത് എന്നൊക്കെ വരട്ടെ. ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. പക്ഷേ നോക്കൂ, ഇത്തരം ഒരു സംഭവം വന്നതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഒരു ഏതെങ്കിലും മോശം അനുഭവം നേരിടുന്ന പെൺകുട്ടികൾ ആ കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതിനെതിരെ പ്രതികരിക്കാൻ അവർ വീണ്ടും ഒന്നുകൂടി കരുതലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനിപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ അനുഭവത്തിൽ വേട്ടയാടപ്പെടുമോ സ്ത്രീ സമൂഹം? ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിയ നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. തീർച്ചയായിട്ടും പെടും എന്നല്ല, ഇപ്പൊ തന്നെ വേട്ടയാടപ്പെടുന്നുണ്ട്. ഡീസന്റ് മാനോ ഇൻഡീസന്റ് വിഷയം ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ അതായത് എല്ലാവർക്കും അവരവരുടെ വീട്ടിലെ പുരുഷന്മാർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ഭീതി സ്ത്രീകളിൽ ഉളവാക്കാൻ ഈ ഒരു സംഭവത്തിന് സാധിച്ചിട്ടുണ്ട്. അതായത് ഇത് സംഭവിക്കാത്തൊരു കാര്യമാണ്. ആ പെൺകുട്ടി കണ്ടന്റ് ക്രിയേഷന് വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമാണ്. കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി. മാമ നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. എവിടാ വീട്? കണ്ടന്റ് ക്രിയേഷന് വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമാണ് എന്നുള്ള ആ ഒരു പ്രചരണത്തിന് വളരെയധികം ആക്കം കിട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ മറ്റ് റീലുകളൊക്കെ നോക്കിയാൽ അത് കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആകെ കൺഫ്യൂഷൻ. അപ്പൊ മൂലം തിരുന്നാൾ വലിയ ക്യാമറാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ? എന്നെ സംബന്ധിച്ച് ആ വീഡിയോയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഒരു തരത്തിലും ദീപക് ഇന്നസെന്റ് ആണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നില്ല. ഇനി അത് ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ആവുകയാണെങ്കിൽ ഞാൻ അതിനെ അങ്ങനെ ആയിരിക്കും എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് പ്രൂവ് ആയിട്ടില്ല. ഒരു വീഡിയോ എന്താണ് സ്ലോ മോഷനിൽ വീഡിയോ കാണിച്ചാൽ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് വീഡിയോ പറയില്ല. അത് തനിക്കെങ്ങനെ അറിയാം? ഈ വേഷം കെട്ടി കണ്ടിട്ട് ഇയാൾ ഇച്ചിരി ഓവറാണോ എന്നൊരു സംശയം. അത് സ്ലോ മോഷനിൽ കാണിച്ചാലും സ്പീഡായിട്ട് കാണിച്ചാലും ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് വീഡിയോ പറയില്ല. അത്രയും വീഡിയോ അറിവ് എനിക്ക് ഉണ്ട്. വല്ലഭേട്ടന്റെ വിശാല മനസ്കത മനസ്സിലായി. ഈ വല്ലഭേട്ടനെ എനിക്ക് മനസ്സിലായി. വല്ലഭേട്ടന്റെ വിശാല മനസ്കത നീ മനസ്സിലാക്കണം. ദീപക് ഒന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടി മനഃപൂർവ്വം ഇങ്ങനെ ദീപക്കിന് മാനഹാനി വരുത്തി, അങ്ങനെ ദീപക് ആത്മഹത്യ ചെയ്തതാണ് എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വരട്ടെ, അന്നേരം നോക്കാം. എന്നെ കൊണ്ട് തോറ്റു. അല്ല, ഈ ചർച്ച ഒരൊറ്റ കാര്യം ദീപക്കിന് നീതി വേണമെന്ന് പറയുമ്പോൾ അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന രീതിയിലാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും ഇപ്പൊ നിങ്ങൾ എല്ലാവരും സമയം പോകും, നമുക്ക് 5 മിനിറ്റേ ഉള്ളൂ. സമയം പോകും, നമുക്ക് 5 മിനിറ്റേ ഉള്ളൂ. പിള്ളേരെന്താ നീ പറയണത്? അവർക്കിതൊക്കെ അറിയാം. എന്ന് പറയുമ്പോൾ അത് സ്ത്രീ വിരുദ്ധമായി ചിത്രീകരിക്കപ്പെടരുത്. അത് ചിലർക്ക് അങ്ങനെ തോന്നുന്നതാണ് റെനീസ്, അത് ചിലർക്ക് അങ്ങനെ തോന്നുന്നതാണ്. എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടല്ലോ ഞാൻ ഇടവകയിൽ ഓടിയത് കല്യാണം കഴിച്ചാലും പിന്നെ എന്നെ പിടിച്ച കിട്ടുന്ന വരില്ല. റെനീഷ്, ചിലർക്ക് അങ്ങനെ തോന്നുന്നതാണ്. അത് ചില പ്രത്യേക മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് അങ്ങനെ തോന്നും. അത് തിരുത്താനുള്ള സമയമില്ല, 5 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് നമ്മളെ നായിക?